ഹായ് ഗായ്സ്, അപ്പം നമ്മളൊന്ന് എയർപോർട്ട് വരെ പോവുകയാണ്. ആ ദിവസമാണെങ്കിൽ എണീച്ച് പോലും ഇല്ല. വെളുപ്പിനെ നമ്മളൊരു 4-4:30 ആയപ്പോഴത്തേക്കുമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അവൾ നല്ല ഉറക്കം. അപ്പോൾ ഇതാ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ ഇറങ്ങി. നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളതൊന്നും കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ആ ദിവസം ചേട്ടൻ്റെ ഒരു ചേട്ടനെ എയർപോർട്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം നമ്മൾ സിറ്റി എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തന്നെ മഴ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുട്ടി അപ്പോഴും നല്ല സുഖമായിട്ട് തണുപ്പും പറ്റി ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിലിറങ്ങി ഒരു ചായ കുടിച്ച്. പക്ഷെ ഞാൻ കാരണത്തിരുന്ന് തന്നെ അവൾ ഉറക്കമായതുകൊണ്ട് കുടിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും പോയി. അപ്പം എയർപോർട്ടിൽ എത്തി. എന്നിട്ട് അപ്പോഴത്തേക്കും നല്ല നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ അടുത്ത് പോകാനുള്ള ഫ്ലൈറ്റിൽ പോകാനുള്ള ആളുകളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളകത്ത് കയറിയില്ല. നമ്മൾ ചേട്ടനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടകത്ത് പോകുന്നത് കണ്ടിട്ട് നമ്മളവിടെ നിന്ന് നേരെ തിരിച്ചു. ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് പോയത്. പിന്നെ ചേട്ടനെ അവിടെ ഇറക്കിയിട്ട് ആ സമയത്ത് കറക്റ്റായിട്ട് അതുട്ടി ഉണർന്നു. പിന്നെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് തിരിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിൽ പോകാനായിരുന്നു പ്ലാന്. അതാണ് നമ്മളെ പ്ലാൻ. നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാം, ആദുട്ടിൻ്റെ അമ്മാമ്മയുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതിനകത്ത് കയറിയത് ആദുട്ടി ഉറക്കം ഉണർന്നതിൻ്റെ ആ ഒരു മൂകതയിലിരിക്കുകയാണ്. ഉറക്കം അപ്പോഴായിട്ട് ഉണർന്നതേ ഉള്ളൂ. ഉണർന്ന് എണീറ്റിരിക്കുകയാണ്. അപ്പോൾ അതുവഴി ഒരു പ്ലെയിന് പോയതിനെ കാണിച്ചു കൊടുത്തതിന് ശേഷം അത് കണ്ടപ്പോഴത്തേക്ക് അവളൊന്ന് ആക്റ്റീവായി. പിന്നെ ആൾ ഉറക്കത്തിൻ്റെ ഇതൊക്കെ മാറിയിട്ട് ഓക്കെ. പിന്നെ നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അന്തരീക്ഷം ചെറിയ മഴയും നല്ല അടിപൊളിയായിട്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നേരെ ശംഖുമുഖത്ത് പോയി. അവിടെ ഇറങ്ങി അവൾക്ക് കടൽ കാണാനും കടലിലിറങ്ങി കുളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളിങ്ങനെ കടലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വീഡിയോയിലിട്ട് നോക്ക് എന്ന് പറഞ്ഞ് തോണ്ടി വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫ്രണ്ടിലോട്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ആ തിര വന്ന് കല്ലിൽ ഇടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലിൽ വെള്ളം തെറിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അവൾ പറയുമായിരുന്നു കാലിൽ വെള്ളം തെറിച്ചെന്ന്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അവൾ ഫോൺ നോക്കി എന്തൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ കടലിൻ്റെ തീരെല്ലാം ഇടിഞ്ഞു പോയി. മുമ്പാണെങ്കിൽ നമുക്ക് ഇറങ്ങി കളിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. പക്ഷേ ഇപ്പം അതിന് പറ്റില്ല. പിന്നെ നമ്മൾ നേരെ പോയത് മത്സ്യകന്യകയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. അവൾ അതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. പിന്നെ കുഞ്ഞിലെ വന്നിട്ടുണ്ട്, അന്ന് തിരിച്ചറിയാറായില്ലല്ലോ. അങ്ങനെ അവിടെ കിടന്ന് ഓടിയൊക്കെ കളിക്കുന്നുണ്ട്. വിട്ടുകൊടുത്തെങ്കിൽ അവിടെയൊക്കെ ഒന്ന് നിരങ്ങി ഓടി മറിഞ്ഞ് തല കുത്തിയേനെ. പിന്നെ അത് അച്ഛൻ്റെ കൈയും പിടിച്ച് എല്ലാം വിട്ടുകൊടുത്താൽ മഴയുടെ ചറക്കലൊക്കെ ഉള്ളതുകൊണ്ട് വീണു പോകും. അതുകൊണ്ട് പിന്നെ കൈയും പിടിച്ച് തന്നെ നടന്നു പോയി. അവിടെ നിന്ന് നമ്മൾ നേരെ തീരത്തിൻ്റെ അങ്ങോട്ട് തന്നെ പോയി, കടലിൻ്റെ അങ്ങോട്ട്. പക്ഷേ അവിടെയും ഇറങ്ങാനുള്ളൊരു ഇതില്ല. അവർ കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഇറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക്. ഇപ്പോൾ ഒരുപാട് കര ഇങ്ങോട്ട് ഇടിഞ്ഞ് കടൽ കയറിയതുകൊണ്ട് ഇറങ്ങി കളിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മളവിടെ നേരെ ഹെലികോപ്റ്റർ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടപ്പോഴത്തേക്ക് കാണിച്ചു കൊടുന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത് കൊണ്ടുപോയി അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ രാവിലെ നേരം വെളുത്ത് വരുന്നത് കൊണ്ട് തന്നെ അവിടെ നടക്കാനൊക്കെ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. അവൾക്ക് കണ്ടിട്ട് മതിയാവില്ല, ഇനിയും കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവളെ വിളിച്ചുകൊണ്ട് നേരെ തിരിച്ച് വണ്ടിയിൽ കയറി.
എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് വെട്ടുകാട് പള്ളിയിലായിരുന്നു. അവൾ തൊപ്പിയൊക്കെ വെച്ച് പള്ളിയിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി. പക്ഷെ നമുക്ക് കയറാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ചെറിയ തോതിൽ മഴ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഇറങ്ങിയില്ല നമ്മൾ. ജസ്റ്റ് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു കടയിൽ കയറി, ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഇലയൊക്കെ വിരിച്ച് അപ്പവും സാമ്പാറും രസവടയും പപ്പടമൊക്കെ വെച്ച് നമ്മൾ കഴിച്ചു. ആഹാരം കഴിച്ചു. അത് കഴിച്ചില്ല, അവൾക്ക് സമയമായില്ല. പിന്നെ അവിടെ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതാണ് എൻ്റെ വീട്. അവളുടെ അമ്മാമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മാമ്മയെ കിട്ടിയാൽ പിന്നെ ഓക്കെ, പിന്നെ എനിക്ക് റെസ്റ്റാണല്ലോ. അമ്മാമ്മയും മാമനും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.